കേസിൽ കെ ലതികയ്ക്കെതിരെ ഡിജിപിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ എംഎൽഎയും സിപിഎം സംസ്ഥാന സമിതി അംഗവുമായ കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. വടകരയിൽ വിവാദമായ കാഫിർ പരാമർശ പോസ്റ്റ് കെ ലതിക പിൻവലിച്ചിരുന്നു. ലിനറ്റുണ്ട് വിവരങ്ങളുമായിട്ട്. ലിനറ്റ്, അങ്ങനെ കെ ലതിക പോസ്റ്റ് മുക്കി, പക്ഷേ വിടാൻ കോൺഗ്രസിന് ഒരു തീരുമാനവും ഇല്ല എന്ന് മനസ്സിലാകുന്നു. പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് കാസിമിന്റെ പേരിൽ പോസ്റ്റ് വന്നതും അതേപോലെ തന്നെ പോസ്റ്റ് പോലീസ് നിർമ്മിച്ചത് കാസിം അല്ല എന്ന് പോലീസിന്റെ വാദം വരികയും ചെയ്തത്. അത് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കെ ലതിക കഴിഞ്ഞ ദിവസം പോസ്റ്റ് പിൻവലിച്ചത്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലും ലോക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കാൻ അല്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത്. കാരണം മതസ്പർദ്ധ വളർത്തുകയും അതേപോലെ IT ആക്ട് പ്രകാരവും കേസ് എടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കറക്റ്റ് അല്ലാത്ത പോസ്റ്റുകളും വിവരങ്ങളൊന്നും സത്യമല്ലാത്തതുമായ ഒന്നും തന്നെ നമ്മൾ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും, അതേപോലെ തന്നെ വടകരയിലെ ഇലക്ഷന്റെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള സാധാരണ ജനങ്ങളുടെ തീരുമാനത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത് മതസ്പർദ്ധയുണ്ടാക്കാൻ കാരണമായി എന്ന് തന്നെയാണ് അവരുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ പോസ്റ്റുകൾ ഇടുന്നവർക്ക് വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത്. അത്തരത്തിൽ പോസ്റ്റുകൾ വീണ്ടും ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഇതിന്. എന്താണെങ്കിലും വിവാദമായ കാഫിർ പരാമർശം അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം കെ ലതിക അത് ഡിലീറ്റ് ചെയ്തിരുന്നു. ഒപ്പം അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ലിനറ്റാണ് വിവരങ്ങൾ നൽകിയത്.